ഗവൺമെൻറ്റിനെ എല്ലാ പ്രകാരത്തിലും BJP ഗവൺമെൻറ് സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു പോകും. വേറെ വാക്കൊന്നുമില്ല. ഇറ്റ് വാസ് എ ഫിനാൻഷ്യൽ എംബാർഗോ. ആ എംബാർഗോയ്ക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തിയില്ല. ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. കടുത്ത നിരക്ക് ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ വാദത്തിൽ ചെന്ന് മുട്ടി. സുപ്രീം കോടതി ഞങ്ങളുടെ വാദത്തിൻ്റെ ഒരു ഭാഗം കേട്ടു. ഒരു ഭാഗം പണം കിട്ടി ഞങ്ങൾക്ക്. പക്ഷെ അതുകൊണ്ടായില്ല. കേരളം കടന്നു പോകുന്ന സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഈ ഭാരമേറിയ അവസ്ഥ മറികടക്കണമെങ്കിൽ ഞങ്ങൾക്കിനിയും കടം മേടിക്കാനുള്ള അവകാശം വേണം. അവകാശമാണ്, ഔദാര്യമല്ല. അവിടെയും BJP ഗവൺമെൻറ് പറയുന്നു, ഔദാര്യം പോലെ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ 5000 കടം മേടിക്കാം. പക്ഷേ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പാവങ്ങൾക്ക് അനുകൂലമായ ക്ഷേമകാര്യങ്ങൾക്കായി ഒറ്റ ചില്ലക്കാശ് മാറ്റി വയ്ക്കാൻ പാടില്ല. ഞങ്ങൾ അല്ലാതായി മാറണം പോലും. ഞങ്ങൾ പാവങ്ങളെ മറക്കണം പോലും. കൃഷിക്കാരെ മറക്കണം പോലും. പെൻഷൻ കൊടുക്കാൻ പാടില്ല പോലും. ഞങ്ങൾ പറഞ്ഞു ആ വ്യവസ്ഥ സ്വീകരിക്കാനാകാത്ത വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ഞങ്ങൾക്ക് ആ പണം വേണ്ട എന്ന് പറയാനുമുള്ള പക്ഷപാതിത്വമുണ്ട് LDF ഗവൺമെൻറ്. ആ പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോഴും വരുന്ന ദിവസങ്ങളിൽ LDF ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതിത്വം വിളംബരം ചെയ്തുകൊണ്ട് പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കും. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്ന പൊതു വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ശക്തിപ്പെടുത്തും മാവേലി സ്റ്റോറുകൾ. മാവേലി സ്റ്റോറുകളുടെ റാക്കുകൾ ഇപ്പോൾ ശൂന്യമാണ്. ഞങ്ങൾക്കതറിയാം. അവിടെ വില കുറച്ച് വിൽക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം രൂക്ഷ വിമർശനമാണ് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത്.